ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോൾട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു വേൾഡ് ലാർജസ്റ്റ് ഹാക്കത്തോനെ പറ്റിയാണ്. അപ്പോൾ ഈ ഹാക്കത്തോനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഹാക്കത്തോൺ എന്നുള്ളത് കാര്യം. അപ്പോൾ ഹാക്കത്തോണിനെ പറ്റി വലിയ ധാരണയില്ല, അല്ലെങ്കിൽ എന്താണ് ഹാക്കത്തോൺ അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് വരിക. കാര്യം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഒരു ഹാക്കത്തോൺ ആൻഡ് ഹാക്കത്തോണിൽ എന്താണ് നമ്മൾ പങ്കെടുത്തുകൊണ്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം. സോ ഈ ഒരു ഹാക്കത്തോൺ എന്ന് പറയുന്നത് ആക്ച്വലി പ്രസന്റ് ചെയ്യുന്നത് ബോൾട്ട് എന്ന് പറയുന്ന ഒരു AI ടൂളാണ്. ആക്ച്വലി ബോൾട്ട് എന്ന് പറയുന്ന നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ചാറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ചാറ്റ് എന്താ ചെയ്യുന്നത്? അതൊരു AI മോഡലാണ്. അതായത് നിങ്ങളുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ് ചെയ്തുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു AI മോഡലാണ്. സോ എക്സാക്ട്ലി സെയിം തിങ് നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം വിത്ത് യൂസിങ് യുവർ പ്രോംപ്റ്റ്. ലൈക്ക് ഒരു പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂളാണ് ഈ പറയുന്ന ബോൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈ ബോൾട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആക്ച്വലി ബോൾട്ടിന്റെ ഒരു ഇന്റർഫേസ് കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് ബോൾട്ടിന്റെ ഇന്റർഫേസ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ടാവും. സോ ഇവിടെ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യണം, ലൈക്ക് അതിനൊരു ആപ്ലിക്കേഷൻ ഫോർ ഇ-കൊമേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ടൂള് ആക്ച്വലി കംപ്ലീറ്റ് ഇ-കൊമേഴ്സിന്റെ ഒരു ഫംഗ്ഷനിങ് ഫോർമാറ്റ് നമുക്ക് ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് അത് ഹോസ്റ്റ് ചെയ്യാൻ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു പ്രൊഡക്ഷൻ ലെവൽ വരെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഇങ്ങനെയുള്ളൊരു ടൂളാണ് ഈ പറയുന്ന ബോൾട്ട് എന്ന് പറയുന്ന ടൂള്. ആൻഡ് ഈ ഒരു ഹാക്കത്തോണിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു റിക്വയർമെന്റും ഇല്ല. കാര്യം നിങ്ങൾ ഏതൊരു ഡിസിപ്ലിൻ ആയിക്കോട്ടെ, നിങ്ങളൊരു നോൺ കോഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഈസി അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ ആയിക്കോട്ടെ, ഓർ എന്ത് ഡിസിപ്ലിനിലെ ഒരു ആളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഹാക്കത്തോണിൽ പങ്കെടുക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ഹാക്കത്തോണിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ അതിന് മുന്നേയായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഹാക്കത്തോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ കിക്ക് ഓഫ് പാർട്ടി 7th ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് May 13th ആൻഡ് ഇത് എൻഡ് ചെയ്യുന്നത് June 30. ആൻഡ് അവാർഡ് സെറമണി വരുന്നത് July 26 വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹാക്കത്തോണിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന ബോൾട്ട് AI ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അത് ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ആൻഡ് ഇവിടെ പറയുന്നതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഒരു നോൺ കോഡിംഗ് ലെവലുള്ള ഒരു ഹാക്കത്തോൺ കൂടിയാണ്. സോ നിങ്ങൾക്ക് കോഡിംഗ് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാര്യം കോഡിംഗ് അറിയില്ലാത്തവർക്കാണ് ഈ ഒരു കാര്യം ആക്ച്വലി ഇങ്ങനെ ഹാക്കത്തോൺ പ്രസന്റ് ചെയ്യുന്ന കാര്യം കംപ്ലീറ്റ്ലി പ്രോംപ്റ്റിംഗ് ആണ്. സോ കോഡിംഗ് അറിയാമെന്നും പറഞ്ഞ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒന്നും വരുന്നില്ല. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ആക്ച്വലി പറയുന്നുണ്ട്, അതായത് രജിസ്റ്റർ ചെയ്താൽ പിന്നെ ബിൽഡ് യുവർ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വിത്ത് AI ഇവിടെ പറയുന്നുണ്ട് നോൺ കോഡിംഗ് റിക്വയർഡ് ആണ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദിസ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ജോയിൻ ഹാക്കത്തോൺ കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ആൻഡ് ഈ ഒരു ഹാക്കത്തോണിന്റെ കാര്യങ്ങളിൽ കൂടെ പറയുന്നത് സബ്മിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ അത് തുടങ്ങിയിട്ടില്ല, എന്ന് ഉടനെ തുടങ്ങും. May 13th ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ് ടു June 30, 2025 വരെയാണ് ഇത് ഹാക്കത്തോണിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഹാക്കത്തോണിനെ പറ്റി അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഈവൻ നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിസിപ്ലിൻ നല്ലൊരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അതൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള സ്റ്റുഡന്റ് ആയാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരാളായാലും നിങ്ങൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി പങ്കെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ലെവൽസ്, അതുപോലെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചിന്തിക്കാനും നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ നല്ല രീതിയിൽ ചിന്തിക്കാനും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഉൾപ്പെടെ നമുക്കൊരു വേറൊരു സ്റ്റാൻഡിലേക്ക് നമുക്ക് മാറേണ്ടി സാധിക്കുന്നു. സോ ഇങ്ങനെയുള്ള ഔട്ടിൽ വരുന്ന അല്ലെങ്കിൽ പുറമേ അല്ല ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് അവിടെ പ്രൈസിന്റെ കാര്യത്തിനൊന്നുമല്ല, നിങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ലേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. സോ എവറിത്തിങ് നിങ്ങൾക്ക് പുതിയ കാര്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. സോ വിഷ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ.